എവിടുന്നാ? എന്തെങ്കിലും വഴി പറ. ഞാനൊരു ഐഡിയ പറയട്ടെ. അല്ല, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ആലോചിക്കാന്നായിരുന്നു. എന്റെ രശ്മി, നിന്റെ വാ തുറന്ന ഇത് മാത്രമേ വരുവോളാ. വിശന്നിട്ടാ പ്രശോഭേട്ട. എന്നാ നീ പോയി കഴി, എനിക്ക് വേണ്ട. അമ്മ പറഞ്ഞൊരു മയത്തിന് കൊണ്ടുവരായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ തൊഴിൽ സാധനം കൊണ്ടുവന്നിരിക്കുന്നു. നിനക്കത് യൂട്യൂബ് നോക്കി ഒന്ന് ചെയ്യായിരുന്നു. അന്നേരം എനിക്ക് ആ ബുദ്ധി പോയില്ല. സ്വാഭാവികം. എന്താണേലും മുത്തോണം താഴെ പോയിട്ടുണ്ടല്ലോ, വരട്ടെ നോക്കാം. അതേ മുത്തോണം വരുന്നു. മുത്തോണ എന്തായി? ഒരു രക്ഷയില്ല. കസരയൊന്നും അനങ്ങിയിട്ടില്ല. ഞാൻ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോ എന്നൊരു നോട്ടം, ഞാൻ ദഹിച്ചു പോയി. എന്നിട്ടെന്തോന്നു, കുറച്ചു നേരം കൂടെ അവിടെ നിന്നിരുന്ന എന്റെ ചാരം കലമനാറ്റി ഒഴുക്കായിരുന്നു. എല്ലാം ഈ പ്രായത്തിന്റെ വാശിയാണ്. എല്ലായിടത്തും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. കൊച്ചമ്മ സ്വപ്നം കണ്ടതുപോലെ പൊങ്കല് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വാശി തീരുമില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. അതെ, കഴിക്കാനുള്ളതാണെങ്കിൽ പറയരുത്. അയ്യോ അതല്ല, പിന്നെ നമുക്ക് പൊങ്കല് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്താലോ? വേണ്ട വേണ്ട, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തൊന്നും ചെയ്യണ്ട. പൊങ്കൽ ഞാൻ ഉണ്ടാക്കാം. അല്ല മുത്തോണ്ണ, അമ്മ രാവിലെ കണ്ട സ്വപ്നം ഇല്ലേ, അതൊന്നും വിവരിച്ച് പറഞ്ഞാണ്. പറയാം. കൊച്ചമ്മ ഇങ്ങനെ അഗ്രഹാരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കൊച്ചമ്മ കണ്ട സ്വപ്നം. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എല്ലാവരും എന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. ഇക്കാര്യത്തിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞങ്ങളുണ്ട്. എന്താ പ്ലാൻ? ഓപ്പറേഷൻ പൊങ്കൽ. ഇത് സ്വപ്നമാണോ? ഇതുവരെ ഓക്കെ. ഇനിയാണ് നമ്മൾ പേടിക്കേണ്ടത്. എന്താ പറയാം. ഇത് നീ ഉണ്ടാക്കിയതാണല്ലേ? മക്കളും മരുമക്കളും വിചാരിച്ചാൽ തീരാവുന്ന വാശിയുള്ളൂ അമ്മമാർ. അത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും കാണായിരുന്നു. തന്നടാ ചക്കര.